ഹായ് കൂട്ടുകാരെ, ജാസ് ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ശാന്തമായ പൂന്തോട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അവിടെ ലൂണ എന്ന കൊച്ചു ഫെയറി ഒരു കടും ചുവപ്പ് പൂവിനുള്ളിൽ ഉറങ്ങുന്നു. ഏകാന്തത, ആത്മസ്നേഹം, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വിരിയുന്ന ശാന്തമായ സ്നേഹം, സന്തോഷം എന്നിവയിലൂടെയുള്ള അവളുടെ യാത്ര പിന്തുടരുമ്പോൾ ഞങ്ങളോടൊപ്പം നിങ്ങളും ചേരൂ. ആ വികാരങ്ങൾ എങ്ങനെ ശാശ്വത സന്തോഷത്തിലേക്ക് വിരിയുമെന്ന് നമുക്ക് പരിശോധിക്കാം. ലൂണാസ് ക്വയറ്റ് ജേർണി ഓഫ് സെൽഫ് ലവ്. ലൂണയുടെ സ്വയം സ്നേഹത്തിന്റെയും ആത്മസ്നേഹത്തിന്റെയും നിശബ്ദയാത്ര. ശാന്തമായ ഒരു പൂന്തോട്ടത്തിൽ ലൂണ തന്റെ കടും ചുവപ്പ് പൂവിൽ ചുരുണ്ടുകൂടി ഉറങ്ങി. ദളങ്ങൾ സൗമ്യമായ കൈകൾ പോലെ പൊതിഞ്ഞു. ചന്ദ്രകിരണങ്ങൾ ഇലകളിലൂടെ അരിച്ചിറങ്ങുമ്പോൾ അവൾ മൃദുവായി സ്വപ്നം കണ്ടു. അടുത്ത സുഹൃത്തുക്കളില്ല, കാറ്റിനപ്പുറം മറ്റാരും മന്ത്രിക്കുന്നില്ല. ചിലപ്പോൾ ഏകാന്തത ഒരു നിഴൽ പോലെ ഒഴുകിപ്പോയി. എന്നിട്ടും നിശ്ചലതയിൽ ലൂണ ഒരു രഹസ്യം കണ്ടെത്തി. സ്വയം സ്നേഹം ഏകാന്തതയിൽ വിരിഞ്ഞു. ഇതളുകളിൽ ചെറിയ പാട്ടുകൾ പോലെ മഞ്ഞു വീഴുന്നത് കേട്ടുകൊണ്ട് അവൾ നിശബ്ദമായ മണിക്കൂറുകളെ വിലമതിക്കാൻ പഠിച്ചു. പൂവിന്റെ നിശബ്ദതയിൽ അവൾ സ്വയം സമാധാനത്തിൽ പൊതിഞ്ഞു. രാത്രി കൂടുതൽ ആഴത്തിലാകുമ്പോൾ ലൂണ കണ്ണുകൾ അടച്ചു പുഞ്ചിരിച്ചു. സന്തോഷത്തിന് ആൾക്കൂട്ടം ആവശ്യമില്ലെന്ന് അവൾ മനസ്സിലാക്കി. അവളുടെ സുഖകരമായ പുഷ്പഭവനത്തിൽ അവൾ നിഴലുകൾക്കൊപ്പം നൃത്തം ചെയ്തു. ചിന്തകളെ സംതൃപ്തിയിലേക്ക് വളച്ചു. ദളങ്ങൾ അവളെ ഒരു തൊട്ടിലായി അഭയം നൽകി. ഏകാന്തതയുടെ നിശബ്ദതയിൽ അവൾ പൂർണ്ണമായും വിരിഞ്ഞു. രാത്രി കൂടുതൽ ആഴത്തിലാകുമ്പോൾ ലൂണ പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകൾ ഇപ്പോഴും അടഞ്ഞുകൊണ്ടിരുന്നു. ചന്ദ്രനോട് മന്ദിച്ചു. സന്തോഷം ആൾക്കൂട്ടത്തിൽ കാണപ്പെടുന്നില്ല, അത് നമ്മുടെ ഉള്ളിൽ വളരുന്നു. സ്വയം നൽകുന്ന ശാന്തമായ സ്നേഹത്താൽ വളർത്തിയെടുക്കപ്പെടുന്നു. അവളുടെ സുഖകരമായ പുഷ്പഭവനത്തിൽ അവൾ നിഴലുകൾക്കൊപ്പം നൃത്തം ചെയ്തു. അവളുടെ ചിന്തകളെ ശാന്തമാക്കി. ഇതളുകൾ അവളെ തൊട്ടിലെന്ന പോലെ ആട്ടി. ശാന്തമായ ഏകാന്തതയിൽ അവൾ പൂർണ്ണമായി അനുഭവപ്പെട്ടു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഏകാന്തത അനുഭവപ്പെടുകയാണെങ്കിൽ ലൂണയുടെ പുഷ്പത്തെ ഓർക്കുക. സ്വയം പരിചരണത്തിന്റെ മൃദുലമായ ഇതളുകളിൽ സ്വയം പൊതിയുക. നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിന്റെ മൃദുലമായ താളം ശ്രദ്ധിക്കുക. ആ ആന്തരിക സന്തോഷം, സംഗീതം ശാശ്വതമായ സന്തോഷത്തിലേക്ക് വിരിയട്ടെ. ലൂണ തന്റെ ലോകത്തെ തനിക്കു മാത്രം കാണാൻ കഴിയുന്ന നിറങ്ങൾ കൊണ്ട് വരയ്ക്കുന്നത് പോലെ ആ അതുല്യമായ തീപ്പൊരി പ്രകടിപ്പിക്കാൻ ഭയപ്പെടരുത്. നിങ്ങളുടെ സർഗാത്മകത ആത്മസ്നേഹത്തിന്റെ ഏറ്റവും യഥാർത്ഥ രൂപമാണ്. താങ്ക് യു.